പൂരത്തിന് എന്ന് ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ വേണ്ടി ഇത് റെഡിയായി നിൽക്കുമായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്കായപ്പോഴാട്ടോ ഊണ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി കഴിഞ്ഞപ്പോഴോ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വെയിറ്റ് ചെയ്തിരുന്നു, ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചൂടത്തെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞത് അനിയത്തിയുടെ മോൻ ഉണ്ണിക്കണ്ണന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവനമ്മ ചോറ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഫുഡിനോട് ചോറിനോട് വലിയ ഇഷ്ടമില്ല കേട്ടോ. അവർ ഫ്രൂട്ട്സ് ആയിട്ട് ഇഷ്ടം. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇതെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മേമയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ എത്തുമ്പോഴേക്കും ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞത് കറക്റ്റ് താലെടുത്തിട്ട് പോകണത് ഒപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ താലത്തിൻ്റെ പുറകെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മൾ അങ്ങനെ പതുക്കെ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെണ്ടമേളം കേൾക്കുമ്പോൾ പൊന്നമ്പിളിയാണെങ്കിൽ എൻ്റെ താളം പിടിക്കായിരുന്നു കേട്ടോ. എൻ്റെ ഒക്കത്തിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് നമ്മൾ തൊഴുത് പറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ പൊട്ടിമട എന്ന് പറഞ്ഞ സ്ഥലത്തും പൂരം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പൊന്നമ്പിളി അമ്പലത്തിൽ കയറി, ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാം. അപ്പോൾ ആ ലൈറ്റ് കണ്ടപ്പോൾ പൊന്നമ്പിളിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നമ്പിളി അമ്മ എന്നെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കിത് പോസ് ചെയ്ത് നിന്ന് തരുമായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിലൊക്കെ നിന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അതേ ചിരിച്ച് നിൽക്കണത് മേമ ഫോട്ടോ എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേമ ചിരിച്ച് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ പോസ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ ഉണ്ണിക്കണ്ണനെ ഏട്ടൻ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു 5-6 കടയിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് കറക്റ്റ് അവിടെ നാടൻ പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ അവിടെ കുറേ നേരം നാടൻ പാട്ടൊക്കെ കണ്ട് നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച്. അപ്പോൾ പൊന്നമ്പിളിയാണെങ്കിൽ എല്ലാ കടകളിലും കയറി ഇറങ്ങി കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അതേ പോന്നപ്പോൾ ഈ കളിപ്പാട്ടായിരുന്നു കേട്ടോ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സിൻ്റെ ഒരു കിറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 5-6 ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്കും പാറുവിനും പൊന്നമ്പിളിക്ക് ഒപ്പാട്ടോ ഒരേപോലത്തെ ഇട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ അടി ഉണ്ടാവുമെന്ന് അറിയാം കേട്ടോ. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഫ്രണ്ടിലിരുന്ന് വർത്താനം പറയണ്ടായിരുന്നു. അപ്പോൾ മേമയുടെ മോനാണെങ്കിൽ ഇത് വിഷുവിന് വാങ്ങിച്ച കമ്പിത്തിരിയുടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, കത്തിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.